പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ റമദാനിൽ എത്തിച്ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും അതിൽ സൽക്രമങ്ങളാൽ സമൃദ്ധമാക്കുവാനും വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചരിത്രം അതിന് നമുക്ക് സഹായകരമായി നമ്മൾ ഓർക്കേണ്ടത് അബ്ദുല്ലാഹിൻ മുഹമ്മദ് തൈമി റഹിമഹുല്ല പറയുന്നൊരു സംഭവം കാണാൻ സാധിക്കും. മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ഒരു സമയത്ത് അങ്ങേയറ്റം അദ്ദേഹം പേടിക്കുകയും വ ബക്ക ബുക്ക എൻ കസീറ എന്നാൽ ധാരാളമായി അദ്ദേഹം കരയുകയും ചെയ്യുകയാണ്. ഫഖീല ലഹു ഫി ദാലിക്, അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അബ്കി ഇല്ലാ അല അയസുമ സ്വാഇമൂന ലില്ലാ വലസ്തു ഫീഹിം, ഞാൻ മരിച്ചു പോയാലും ഇവിടെ നോമ്പെടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലല്ലോ എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത്. വയുസല്ലിയൽ മുസല്ലൂന വലസ്തു ഫീഹിം, ഞാൻ മരിച്ചാലും ഇവിടെ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ. ഞാൻ മരിച്ചാലും അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചെയ്യുന്ന ആളുകളുണ്ടാകും, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ. ഫദാക്കല്ലദി അബ്കാനി, അതാണ് എന്നെ കരയിപ്പിച്ച കാര്യമെന്ന് ആ പണ്ഡിതൻ പറഞ്ഞു എന്നാണ്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ മരിച്ചാലും ഇവിടെ നോമ്പെടുക്കുന്നവരുണ്ട്, നമസ്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവരുണ്ട്. നമുക്കതിന് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഓഫറുകൾ പരിശുദ്ധ റമദാൻ പോലെ നമുക്ക് നൽകുമ്പോൾ അത് ചോദിച്ചു വാങ്ങേണ്ടവരാണ് നമ്മൾ, അതാവശ്യപ്പെടേണ്ടവരാണ് നമ്മൾ. അവിടേക്ക് എത്തുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ജീവിതത്തിൽ കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങളാണ് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക, നമസ്കരിക്കുക, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായി മാറുക എന്നത്. അതിന് നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്